നമസ്കാരം. കേരള സ്റ്റോൺസ് ആൻഡ് ഗാർഡൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ വർഷത്തെ ഓണം എല്ലാവർക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും സമ്പത്തും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ വീഡിയോ 50 mm ബാംഗ്ലൂർ സ്റ്റോൺ, അതായത് നമ്മൾ വീടുകളിൽ ബാംഗ്ലൂർ സ്റ്റോൺ വിരിക്കുന്നുണ്ട്. അപ്പം 50 mm ബാംഗ്ലൂർ സ്റ്റോൺ വിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അപ്പം അതിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 50 mm 50 mm എന്ന് പറഞ്ഞാൽ നമ്മൾ 50 mm ഉണ്ടോ, അതായത് ഇപ്പോൾ ഇതെല്ലാം ബാംഗ്ലൂർ സ്റ്റോണാണ്. ഇതുണ്ടോ, ഇതിപ്പം 2x1 എന്ന് പറയുമ്പം 2 അടി നീളം 1 അടി വീതി. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 50 mm ഉണ്ടോ എന്ന് നോക്കണം. 50 mm എന്ന് പറയുമ്പോൾ ഇതുണ്ട് കല്ല് 2 ഇഞ്ച്, അതായത് ടേപ്പയിൽ 2 ഇഞ്ച് കനമുണ്ടോ എന്ന് നോക്കണം കല്ല്. കണ്ടോ, ഇത് 50 mm ആണ്, ഇത് 50 mm ആണ്, ഇത് 50 mm ആണ്, ഇത് 50 mm ആണ്. അങ്ങനെ ഈ കല്ലുകൾ 50 mm ആണോ എന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുന്നത്, ഇപ്പോൾ ഇതുണ്ടോ, ഇതൊരു 2x2 കല്ലാണ്. ഇപ്പോൾ 2x2 കറക്റ്റ് കണ്ടോ, 2 അടി. ഇങ്ങോട്ട് നോക്കുക, 2 അടി. അപ്പം ചില സ്ഥലത്ത് നമ്മൾ കല്ലെടുക്കുമ്പം ഈ 2 അടി എന്ന് പറയുമ്പം 23 ഇഞ്ചേ ഉണ്ടാവുള്ളൂ. 24 ഇഞ്ചാണ് കറക്റ്റ് 2 അടി വരുന്നത്. 1 അടി എന്ന് പറയുമ്പോൾ 12 ഇഞ്ച്. അപ്പോൾ ആ അളവ് കൃത്യമാണോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ എവിടെ വർക്കിന് പോയാലും അല്ല ഏതെങ്കിലും ഇതുപോലെ ഷോപ്പുകളിൽ വരുമ്പം നമ്മൾ കല്ല് സെലക്ട് ചെയ്യുമ്പം ഇത് 50 mm ഉണ്ടോ, രണ്ടാമത് ഇത് കറക്റ്റ് അളവാണോ. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ അവർക്ക് വർക്ക് എടുക്കുന്ന ചില ആൾക്കാർ കല്ല് പർച്ചേസ് ചെയ്യും. ഇപ്പോൾ കല്ല് ബാംഗ്ലൂർ സ്റ്റോൺ വിലയ്ക്ക് മേടിച്ചിട്ട് ലേബറായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ ഒന്നിച്ച്, അതായത് മൊത്തത്തിൽ ഒരു സ്ക്വയർ ഫീറ്റ് 140-145 രൂപയൊക്കെ ഒന്നിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ കല്ലിൻ്റെ അളവ് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ കല്ല് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ ലേബറായിട്ടാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് കല്ലിൻ്റെ മെഷർമെൻറ്റ് കൃത്യമായിട്ട് നമ്മൾ നോക്കണം. അത് നോക്കിയിട്ട് ശേഷമേ നമ്മൾ കല്ല് വാങ്ങാവുള്ളൂ. കാരണം വെച്ചാൽ 1 ഇഞ്ച് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റിനകത്ത് 1 ഇഞ്ച് വ്യത്യാസം വരുമ്പോൾ 7 രൂപ 8 രൂപ നമുക്ക് നഷ്ടം വരും. അപ്പോൾ ആ നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ അളവുകൾ കൃത്യമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം 50 mm ആണ്. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ 2x1 ഇരിക്കുന്നു. ഇതുണ്ടോ, ഇത് 2x1 എന്ന് പറഞ്ഞ സ്ഥലമാണ്. 2x1 ഇതുണ്ടോ, കറക്റ്റ് 2 അടി നീളം. ഇതുണ്ടോ, 2 അടി നീളം, 2 അടി നീളം, 1 മില്ലിമീറ്റർ പോലും കുറയാൻ പാടില്ല. 50 mm എന്ന് പറയുമ്പോൾ ഇതുണ്ടോ, പക്ക 50 mm 2 ഇഞ്ച്. അപ്പോൾ എല്ലാ കല്ലുകളും അതുപോലെ ആയിരിക്കണം. പിന്നെ ഇതിൻ്റെ വീതി ഇതുണ്ടോ, ഇത് 2x1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വീതി 18 വരണം വീതി. കണ്ടോ, കറക്റ്റ് 18 കണ്ടോ. ഇതിൻ്റെ നോക്കി, ഇതും 18. അപ്പം ഇതാണ് നമ്മൾ മെയിനായിട്ട് കല്ല് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്കിത് കല്ല് വാങ്ങി നമ്മുടെ വീട്ടിലെത്തിക്കുന്നു. അത് റേറ്റ് നിങ്ങൾ പറയുക എത്രയ്ക്കാണ്. ഇപ്പം ചിലപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു റേറ്റ് ഉണ്ട്. ഷോപ്പിൽ നിന്ന് വാങ്ങും. ഇപ്പോൾ കേരള സ്റ്റോൺസിൻ്റെ ഷോപ്പിൽ 50 mm കല്ലിന് 106 രൂപ ബില്ലടക്കം. അതായത് നിങ്ങളൊരു കസ്റ്റമർ വരുവാണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നിന്ന്, അപ്പോൾ ഷോപ്പിൽ നമുക്ക് കല്ല് ഇറക്കി കയറ്റി കൊടുക്കണം. അപ്പോൾ ഇറക്കൂലി കയറ്റുകൂലിയും ബില്ലിൻ്റെ പൈസ ഉൾപ്പെടെ 106 രൂപയ്ക്കാണ് ഞങ്ങൾ കല്ല് കൊടുക്കുന്നത്. 50 mm ബാംഗ്ലൂർ സ്റ്റോൺ എസ് വൈറ്റ് ഹാഫ് കട്ട് കല്ലാണ്. ഹാഫ് കട്ട് എന്ന് പറഞ്ഞാൽ അടിവശവും മോള് വശവും ഒരുപോലെ ഇരിക്കും. വശങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ഉണ്ടാവും, ഇതുപോലെ ചെറുതായിട്ട്. പക്ഷെങ്കിൽ നമ്മൾ ഗ്യാപ്പിട്ട്, അതായത് 2 ഇഞ്ച് ഗ്യാപ്പ് 1 ഇഞ്ച് ഗ്യാപ്പിട്ട് വിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് 50 mm ഹാഫ് കട്ട് കല്ലാണ്. അതേസമയം ഫുൾ കട്ടെന്ന് പറയുന്ന കല്ലുണ്ട്. ഫുൾ കട്ട് കല്ലാണ് ഇതായിരിക്കുന്നത്. ഇതൊക്കെ എന്ന് വെച്ചാൽ വശങ്ങളെല്ലാം നല്ല ക്ലിയർ. അതുണ്ടോ, അത് നമ്മൾ ജോയിൻറ്റ് ഫ്രീ ആയിട്ട്, കല്ലുകൾ തമ്മിൽ ഗ്യാപ്പില്ലാതെ ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിക്കാനാണ് ആ കല്ല് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ ഹാഫ് കട്ട് കല്ലിനെ പറ്റി സംബന്ധിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇനി ഈ കല്ല് വിരിക്കുന്ന സൈറ്റിലേക്ക് നമുക്കൊന്ന് പോകാം. അവരെങ്ങനെയാണ് ഇത് വിരിക്കുന്നത്, അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ്, അതിനെപ്പറ്റി പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നൊരു സൈറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് ഇതുണ്ടോ, ഈ ഗ്രൗണ്ട് ഇപ്പോൾ ശരിക്കും ഇതുണ്ട്, മഴ പെയ്ത് ചെറിയ ചെളിയൊക്കെ ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ ഇതിന് ഉറപ്പുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. കാരണം ഉറപ്പില്ലെങ്കിൽ നമുക്ക് വൈബ്രേറ്റർ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇൻ്റർലോക്കിൻ്റെ ആൾക്കാർ 3 ടണ്ണിൻ്റെ വൈബ്രേറ്റർ ഉണ്ടെന്നുണ്ട്, 5 ടണ്ണുണ്ട്. അപ്പോൾ നമ്മൾ കല്ല് വിരിക്കുമ്പോൾ നമുക്ക് മിനിമം 5 ടണ്ണിൻ്റെ വൈബ്രേറ്ററെങ്കിലും ഇട്ട് നമ്മളിത് ഉറപ്പിക്കണം ഫ്ലോർ. ആ ഉറപ്പിച്ചതിന് ശേഷമേ നമുക്ക് കല്ല് വിരിക്കാനായിട്ട് തുടങ്ങാവുള്ളൂ. അപ്പം 5 ടണ്ണെന്ന് പറയുമ്പോൾ നമുക്ക് 5000 kg.
പിന്നെ ചില സ്ഥലങ്ങളൊക്കെ ഒട്ടും ഉറയ്ക്കാത്ത സ്ഥലമാണെങ്കിൽ റോളർ കയറ്റി ഉറപ്പിക്കണം. പുതിയ മണ്ണിട്ടേക്കുന്നൊക്കെ സ്ഥലമാണെങ്കിൽ റോളർ കയറ്റി ഉറപ്പിക്കണം. ഇതിപ്പം മണ്ണിട്ടേക്കുന്നൊന്നുമല്ല, പഴയ സ്ഥലമാണ്. മഴ പെയ്ത് ചെറുതായിട്ടൊന്ന് ചെളിയായിട്ട് കിടക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് വൈബ്രേറ്റ് ഇട്ട് ഉറപ്പിക്കാം. നമ്മൾ വൈബ്രേറ്റർ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെറ്റലിട്ട് കല്ല് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മെറ്റലിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. മെറ്റലിൻ്റെ കനം ഇതാണ്ടോ, എത്ര കനമുണ്ട്. 2 ഇഞ്ച് കനത്തിൽ നമ്മൾ മെറ്റലിടണം. 2 ഇഞ്ച് കനം, 2 ഇഞ്ച് കനത്തിൽ മെറ്റലിടണം. കല്ലുകൾ തമ്മിൽ അകലവും കറക്റ്റ് 2 ഇഞ്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം 2 ഇഞ്ച് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ 2.5 ഇഞ്ച് ഇട്ട് ചെയ്യാം. അപ്പോൾ 2.5 ഇഞ്ച് ചെയ്യുമ്പം നമ്മൾ 140 രൂപ റേറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് 135 ചെയ്യാം. അപ്പോൾ കല്ലുകളുടെ ഗ്യാപ്പ്, അതായത് ഈ ഗ്യാപ്പ് ഇടുന്നത് കൃത്യം അകലം എത്രയാണെന്ന് നമ്മൾ നോക്കണം. പിന്നെ അതായത് ഇതിൻ്റെ അകലം എന്ന് വെച്ചാൽ കണ്ടോ, കറക്റ്റ് 2 ഇഞ്ചേ നമ്മൾ ഇടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം വിരിച്ച് കഴിഞ്ഞേക്കുവാണ്. ഇതുണ്ട്, ഈ ഏരിയ മുഴുവൻ വിരിച്ചു. ഏകദേശം ഒരു 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ പറയാം ഈ വീഡിയോ ഇത് കേട്ടോ, നമ്മൾ നോക്കുക, കൃത്യം 2 ഇഞ്ച് ഇത് കേട്ടോ, കൃത്യം 2 ഇഞ്ച്. അപ്പോൾ ഇവിടെ എന്ന് കാണിച്ചാൽ ഇത് കേട്ടോ, കൃത്യം 2 ഇഞ്ച്. അപ്പോൾ നമ്മൾ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ മെറ്റലിൻ്റെ കനം ചോദിക്കണം, 2 കല്ലുകൾ തമ്മിലുള്ള ഗ്യാപ്പ്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ മെറ്റലൊക്കെ നിങ്ങൾ എടുത്ത് കൊടുക്കുക. കല്ലുകളുടെ അകലം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അകലിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിനകത്ത് വെക്കുന്ന ഗ്രാസ്, അത് ഏത് ക്വാളിറ്റിയുള്ള ഗ്രാസാണ് വെക്കുന്നത് നമ്മൾ നോക്കണം. അപ്പം ഗ്രാസ് നമ്മളെല്ലാം വിയറ്റ്നാമിൽ നിന്നാണ് വരുന്നത്. വിയറ്റ്നാമിൽ നിന്ന് വരുമ്പം വാറണ്ടി ഉള്ള ഗ്രാസ്, 25 mm തിക്നെസ്, ഹൈറ്റ് കുറവ്, ലീഫിൻ്റെ എണ്ണം. സാധാരണ എല്ലാ ഗ്രാസും 18 ഡെൻസിറ്റിയാണ് ഇപ്പോൾ ആൾക്കാർ വെക്കുന്നത്. 18 ഡെൻസിറ്റി പോരാ, ഒരു 25 ഡെൻസിറ്റി എങ്കിലും ഉള്ള ഗ്രാസ് വെച്ചാൽ നമുക്കത് നല്ല തിക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഗ്രാസ് അടിക്കുന്നത് കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് ഗ്രാസ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കട്ട് ചെയ്ത് വിരിക്കുന്നുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസാണ്, ഇതുണ്ടോ, ഇതിപ്പോൾ നമുക്ക് കേരള സ്റ്റോൺസിൻ്റെ കട നമ്മൾ സ്ക്വയർ ഫീറ്റ് 30 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു ഗ്രാസാണ്. 25 mm ആണ്. പക്ഷേങ്കിൽ ഇത് ഡബിൾ ലെയർ അല്ല, സിംഗിൾ ലെയറാണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് 18, ഇവർ പറയുന്ന 18 ലെയറിൽ ഡെൻസിറ്റി ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ഇത് 18 ലെയർ ഇല്ല. പക്ഷെ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ വെച്ചാൽ ഇതുണ്ടോ, ഈ ഗ്രാസ് ഉണ്ടോ, ഇത് ലക്ഷറിയാണ്. ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകം കാണത്തില്ല, അത്ര തിക്നെസ്സുള്ള ഗ്രാസാണിത്. ഡബിൾ ലെയറാണ്, 25 ഡെൻസിറ്റി ഉണ്ട്, 25 ലെയർ ഡെൻസിറ്റി ഉള്ള ഗ്രാസാണ്. കാരണം നമ്പേഴ്സ്, ലീഫിൻ്റെ നമ്പേഴ്സ് ഇതുണ്ടോ കൂട്ടിയിട്ടേക്കാണ്. ഇതുണ്ട്, അതിൻ്റെ വലിയ റോഡ് കിടപ്പുണ്ട്, ഇതാ നോക്കിയേ, ഉണ്ടോ, ഇതാണ് ഗ്രാസ്. അപ്പം ഈ സാധനം ഇട്ടാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ, ഇത്രയും കിണ്ണൻ സാധനം. ഇതാണ് ഗ്രാസ്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് എന്ന് പറയുന്നത് നമ്മൾ നീളം കുറവായിരിക്കണം, എന്നാൽ തിക്നെസ് കൂടുതലായിരിക്കണം, കണ്ടാൽ നല്ല കിടിലൻ. ഇത് 8 വർഷം വാറണ്ടി കൊടുക്കുക. 8 വർഷം നമുക്ക് 8 വർഷം വാറണ്ടി കൊടുക്കാതെ ഞാൻ വെറുതെ തള്ളിയതാണ്. ശരിക്കും കമ്പനി 3 വർഷം വാറണ്ടി ഉണ്ട്. പക്ഷെങ്കിൽ ഞാൻ തള്ളിയത് 8 വർഷം തന്നെ കൊടുക്കാം, കാരണം 8 വർഷം വരെ നിൽക്കും. പിന്നെ വേറൊരു ഇടമാണ് ഇത് നമ്മുടെ ഡൂറക്കാറിൻ്റെ ഗ്രാസാണ്. പക്ഷേ ഇത് കുറച്ച് ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ്. ഇത് നല്ല തിക്നെസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 25 mm ആണ്. ഇത് ചില ആൾക്കാർക്ക് ഈ കടും പച്ച കളർ അത്രയും പച്ചയോട് താല്പര്യമില്ല, കുറച്ച് ലൈറ്റ് വേണമെങ്കിൽ ഈ ലൈറ്റ് ഇട്ട് കൊടുക്കും. അപ്പം നിങ്ങൾക്ക് ഏത് കളേഴ്സ് വേണോ, ലൈറ്റ് വേണേൽ ലൈറ്റ്, ഡാർക്ക് വേണേൽ ഡാർക്ക്. പിന്നെ ഇതാ അതിൻ്റെ വേറൊരു വെറൈറ്റി ഇരിക്കുന്നു, ഇത് കാണിച്ചേ, കണ്ടോ, ഇത് വേറൊരു സാധനം. ഇത് നല്ല തിക്നെസ്സാണ്, കുറച്ചുകൂടെ നീളമുണ്ട്. അപ്പം ഗ്രാസ് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വരിക, എനിക്ക് ഈ ഗ്രാസ് ഇട്ട് ചെയ്താൽ മതി, അല്ല ആ ഗ്രാസ് ഇട്ട് ചെയ്താൽ മതി, ഇതാണ് നിങ്ങൾ പറയുന്ന ഗ്രാസ് ഏതാണോ ആ ഗ്രാസ് ഇട്ട് നമ്മൾ ചെയ്തു തരും. നമ്മുടെ കടയിലുള്ള ഗ്രാസ് ഈ വക ഐറ്റംസാണ് നമ്മുടെ ഷോപ്പിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണോ വേണ്ടത് അത്, ഇപ്പോൾ എനിക്ക് ഈ ഗ്രാസ് ഇട്ട് ചെയ്യണമെങ്കിൽ ആ ഗ്രാസ് ഇട്ട് ചെയ്ത് തരാം, ഇതിട്ട് ചെയ്യണമെങ്കിൽ ഇതിട്ട് ചെയ്യണം. റേറ്റിനകത്ത് യാതൊരു വ്യത്യാസമില്ല. നമ്മളിവിടെ 30 രൂപ, 33 രൂപ, 35 രൂപ ഈ റേറ്റിലാണ് ഗ്രാസ് ഇവിടെ ഹോൾസെയിൽ കൊടുക്കുന്നത്. മൊത്തത്തിൽ ടോട്ടലി 5 രൂപയുടെ ഒരു ഡിഫറൻസേ ഉള്ളൂ. ആ 5 രൂപ ഞങ്ങൾ കമ്പനി അങ്ങ് സഹിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രാസ് ഏതാണോ ആ ഗ്രാസ് ഇട്ട് നമ്മൾ ചെയ്ത് തരും. അതാണ് കേരള സ്റ്റോൺസ്. ഓക്കെ. അപ്പം നമ്മൾ 4000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ ഏകദേശം 4000 സ്ക്വയർ ഫീറ്റ് ബാംഗ്ലൂർ സ്റ്റോണാണ് ഇവിടെ നമ്മൾ വിരിച്ചേക്കുന്നത്.
3x2 എന്ന് പറയുന്ന സൈസ് ഇട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മറ്റ് ഡിസൈൻ വർക്കുകളൊന്നും വരുന്നില്ല. കാരണം പ്ലെയിനായിട്ട് ബോക്സ് പോലെയാണ് വിരിച്ചേക്കുന്നത്. പിന്നെ കാർപോർട്സിനകത്ത് മാത്രം നമ്മളൊരു ചെറിയ ഡിസൈൻ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രാസ് വെക്കുന്നത് കണ്ടു, മെഷീൻ തൊട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത് കണ്ടു, കല്ല് വിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. അപ്പോൾ കല്ല് വിരി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിനോദ് എന്ന് പറഞ്ഞ ഒരു പയ്യനാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ മേസ്ത്രിമാരെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മെറ്റലൊക്കെ ആയിട്ടേക്കുന്നുണ്ടോ കാണിച്ച് ഉണ്ടോ? മെറ്റൽ അതുപോലെ പുള്ളി നല്ല ഫ്ലോറെല്ലാം നല്ല പക്കായിട്ട് ലെവലാക്കിയിട്ട് കല്ല് സെറ്റ് ചെയ്ത വിനോദൊക്കെ മലയാളമൊക്കെ അറിയാം. സെറ്റിങ് കയറും. കാരണം അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ട് പക്ക 2 ഇഞ്ച് ഗ്യാപ്പ് 2 ഇഞ്ച് കറക്റ്റ് ഗ്യാപ്പിലാണ് അവർ കല്ല് സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്റ്റോണിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഞാനിന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോണ് കേരള സ്റ്റോൺസിൻ്റെ ഷോപ്പിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ നമ്മൾ 106-ന് ഈ 50 mm കനം വരുന്ന കല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഹോൾസെയിൽ എടുക്കുമ്പോൾ ഓരോ സ്ഥലത്തിനും ഓരോ റേറ്റാണ്. എന്തായാലും 106 താഴത്ത് കിട്ടും. അതായത് ഇപ്പോൾ നിങ്ങൾ പത്തനംതിട്ട ഒരാൾ വിളിക്കും, എനിക്ക് 2000 സ്ക്വയർ ഫീറ്റ് വേണം. പത്തനംതിട്ട നമ്മൾ ചിലപ്പോൾ 102 രൂപയ്ക്ക് വണ്ടി എത്തുന്ന സൈറ്റ് 12 വീല് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. 12 വീലും 14 വീലും വണ്ടിയാണ് കേരള സ്റ്റോൺസിൻ്റെ KSG കേരള സ്റ്റോൺസ് ആൻഡ് ഗാർഡൻ. അപ്പോൾ ആ വണ്ടി എവിടെ വരുന്നോ അവിടം വരെ നമ്മൾ ഹോൾസെയിലായിട്ട് കല്ല് സപ്ലൈ ചെയ്യുന്നുണ്ട്. വർക്ക് നമ്മൾ ചെയ്യുന്നതും ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ റേറ്റാണ്. ആവറേജ് നമ്മളിപ്പം വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം കല്ല് വേണ്ടവർക്ക് കല്ല് മാത്രം ഇപ്പം 100 രൂപ, തൃശ്ശൂരൊക്കെയാണെങ്കിൽ 100 രൂപയ്ക്ക് കല്ല് കൊടുക്കും, പെരുമ്പാവൂർ 100 രൂപയ്ക്ക് കൊടുക്കും, മൂവാറ്റുപുഴ 100 രൂപയ്ക്ക് കൊടുക്കും, പാലായി 100 രൂപയ്ക്ക് കൊടുക്കും, കോട്ടയത്ത് 100 രൂപയ്ക്ക് കൊടുക്കും, തിരുവല്ലയിലും 100 രൂപയ്ക്ക് കൊടുക്കും. പക്ഷേ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 100 എന്നുള്ളത് 102-ന് നമ്മൾ എത്തിച്ചു കൊടുക്കും. അത് കൊല്ലം ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 1 രൂപയുടെ കൂടും 103 രൂപയ്ക്കും. ആലപ്പുഴയിലാണെങ്കിലും 100 രൂപയ്ക്ക് നമ്മൾ കല്ല് കൊടുക്കുന്നുണ്ട്. അപ്പം 50 mm ഹാഫ് കട്ട് ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത്. അത് പാലായി നിങ്ങൾക്കിപ്പോൾ ഒരു വർക്ക് ചെയ്തു, ഒരു 200 സ്ക്വയർ ഫീറ്റ് കല്ല് കുറവുണ്ട്. അപ്പോൾ അങ്ങനെ കല്ല് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ 106 രൂപ കൊടുത്താൽ ബില്ലടക്കം നമുക്ക് കല്ല് തരുന്നുണ്ട്. വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ 2 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കോട്ടയം ബേസിലെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് 25 ഡെൻസിറ്റി വെച്ച് നമ്മൾ 145 രൂപയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ കണ്ടോ, വലിയ വണ്ടി കയറി വരത്തില്ലാത്തൊരു മിറ്റമാണ്. അപ്പം താഴെ KK റോഡ് താഴെ കിടക്കുന്നു. അപ്പോൾ അവിടുന്ന് ഒരു ചെറിയ മണ്ണിട്ട വഴിയാണ് നമ്മൾ കയറി വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ യൂണിയൻകാരില്ലാത്ത സ്ഥലം നോക്കി യൂണിയൻകാർ കാണാതെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വീട്ടുകാർക്ക് മാക്സിമം നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. യൂണിയൻകാർ വന്നു കഴിഞ്ഞാൽ വീട്ടുകാരതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കണം. കാരണം പല നാട്ടിൽ പല സ്ഥലങ്ങളാണ്, പല സ്വഭാവക്കാരാണ്, നമുക്ക് അവരുമായിട്ട് വഴക്കുണ്ടാക്കാനൊന്നും സാധിക്കത്തില്ല. അപ്പം യൂണിയൻകാർ കാണാതെ നമ്മൾ മാക്സിമം അവർക്ക് വീട്ടുകാരുടെ സപ്പോർട്ട് അനുസരിച്ച് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവർക്ക് കല്ലെത്തിച്ച് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെയാണെങ്കിൽ നമ്മളിതിൻ്റെ ലൈനുകൾ കേട്ടോ വിരിക്കുമ്പോൾ പണിക്കാർ നമ്മുടെ ലൈനെല്ലാം നോക്കി നല്ല ഒരേപോലെ മുഴുവൻ കല്ല് നമ്മൾ കട്ട് ചെയ്താണ് വിരിക്കുന്നത്. അല്ലാതെ കല്ല് കൊണ്ട് ഇട്ടിട്ട് സീറ്റാക്കി പോകത്തില്ല. അപ്പോൾ ഇവിടെയാണ് ചെയ്യുന്നുണ്ടോ കല്ല് വിരിച്ചേക്കുവാണ്, ഇതിൻ്റെ ലൈൻ കറക്റ്റല്ല കണ്ടോ, ലൈൻസ് കയറി ഇറങ്ങിയാണ്. ഇനി ഇതിന് ശേഷം ഇത് നമ്മൾ കട്ട് ചെയ്യും മെഷീനകത്ത്. അപ്പം വെട്ടി ചെയ്യുന്ന കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ കട്ട് ചെയ്ത് കറക്റ്റാക്കി ഇതേപോലെ കണ്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ വിരിച്ചിട്ട് 3-4 ദിവസമായി. ഇതിപ്പോൾ നല്ല പക്കയായിട്ട് വിരിച്ചിട്ടേക്കുവാണ്. ഇതിനകത്ത് 2 ഇഞ്ച് കനത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടെ അടിച്ച് കഴിയുമ്പോഴാണ് ഈ വർക്ക് പൂർണ്ണതയിലെത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്രാസ് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ കോൺക്രീറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അടിക്കണം. ഒരുപാട് ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആണിയൊക്കെ നമ്മൾ ഭിത്തിയിൽ ആണി അടിച്ച് കഴിഞ്ഞാൽ ടൈറ്റായി പോകും, നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ ലൂസാവില്ല എന്ന് പറഞ്ഞ പോലെ ലൂസാവും. അപ്പോൾ കോൺക്രീറ്റ് ഇപ്പോൾ ഇന്നലെ ഇത് ചെയ്തോളൂ. അപ്പോൾ ഒരു ദിവസത്തെ വർക്ക് കൂടെ ബാക്കിയുണ്ട്. അതിനുശേഷം നമ്മളിത് ക്ലീൻ ചെയ്തതിന് പ്രഷർ പമ്പ് അടിച്ച് സർഫെക്സൽ പൊടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് ഗ്രാസ് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പം മറ്റ് ഡൗട്ട്സുകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിതിനകത്ത് യൂട്യൂബിനകത്ത് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിനകത്ത് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. അപ്പം 3 നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. വീഡിയോയ്ക്കകത്ത് ഒരു നമ്പരും ക്യാപ്ഷൻസിനകത്ത് 2 നമ്പറൂടെ കൊടുത്തേക്കാം. കേരള സ്റ്റോൺസ് ആൻഡ് ഗാർഡൻ്റെ അത് ജോയി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, ജോൺസനുണ്ട്, പിന്നെ അനിത എന്ന് പറഞ്ഞൊരു ലേഡിയാണ്. അപ്പോൾ അവർ 3 പേരുമാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കൊടുക്കുന്നത്. മൊത്തം നമ്മുടെ 6-7 പേരുണ്ട്. പല ആൾക്കാരാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് അതിമനോഹരമായിട്ട് ചെയ്തു തരുവാൻ ഞങ്ങളുടെ കേരള സ്റ്റോൺസ് ആൻഡ് ഗാർഡനെ സമീപിക്കുക. മാക്സിമം റേറ്റിൽ എല്ലാവിധ കല്ലുകളും, സ്റ്റോൺസ്, പെബിൾസ്, ഗ്ലാഡിങ്സ്, സർവ്വ സാധനങ്ങളും കേരള സ്റ്റോൺസിൻ്റെ കടയിലുണ്ട്. എല്ലാത്തിനും അതിൻ്റെ ഹോൾസെയിൽ വിലയുണ്ട്. ഇന്നിപ്പോൾ ഒരു 50 mm ബാംഗ്ലൂർ സ്റ്റോൺസിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു മെയിൻ മേസ്ത്രി ജഗന്നാഥ്. അപ്പോൾ ഈ വർക്ക് ഇവിടെ ഇപ്പം ഈ 3-2 മൊത്തം ചെയ്തേക്കുന്നത് ഈ നമ്മുടെ ജഗന്നാഥ് ചൗഹാൻ. മലയാളം നല്ലോണമൊക്കെ അറിയാം, അങ്ങോട്ട് നോക്കാം വീഡിയോയിലേക്ക്. അപ്പോൾ അവനാണ് ചെയ്തേക്കുന്നത്, അവനാണ് ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം. പുള്ളിക്കാരൻ നല്ല പണിക്കാരുണ്ടെങ്കിൽ നമുക്ക് സ്ഥാപനം നല്ലതായിട്ട് വളരും. അപ്പോൾ പണിക്കാരും നമ്മളൂടെ ചേരുമ്പോഴാണ്
നമ്മുടെ വർക്ക് ഗംഭീരമാകുന്നത്. എല്ലാ പണിക്കാരും 10 വർഷത്തിന് മേളിലായിട്ട് കേരള സ്റ്റോൺസിൽ നിന്ന് പണിയുന്ന പണിക്കാരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.